ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അതോടൊപ്പം എന്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി ആണ്. നേരത്തെ നമ്മൾ അഡിഷൻ തിയറം എന്ന് പറയുന്നത് ഒരു പാർട്ട് പറഞ്ഞിരുന്നു. തിയറംസ് ഓഫ് പ്രോബബിലിറ്റിയിലെ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഇവിടെ രണ്ട് കേസിലാണ് നമ്മൾ തിയറി പറയുന്നത്, അതായത് ഇൻഡിപെൻഡന്റ് ഇവന്റ് കേസിലും ഡിപെൻഡന്റ് ഇവന്റിന്റെ കേസിലും. അപ്പോൾ ആദ്യം നമ്മൾ ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ കേസിൽ എങ്ങനെയാണ് ഈ തിയറം വരുന്നത് എന്നുള്ളത് നോക്കാം. അതായത് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻ ദി കേസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറയുന്നത്, ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി മറ്റൊരു ഇവന്റിന്റെ പ്രോബബിലിറ്റി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം, മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ കേസിൽ പറയുന്നത് എന്താണ്, ഇഫ് ടു ഇവന്റ്സ് ആർ ഇൻഡിപെൻഡന്റ് then the probability of occurring both will be the product of the individual probability. അതായത് രണ്ട് ഇവന്റിന്റെയും പ്രോബബിലിറ്റിയുടെ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ നമ്മൾ പ്രോബബിലിറ്റി പറയുന്നു. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആൻഡ് എന്ന് പറയുന്ന കേസിലാണ്. ഒരു പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് ബിയും, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ബി ആൻഡ് വരുന്ന കേസിലാണ് നമ്മൾ പറയാം. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, എ ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന പാർട്ടാണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഒരു ടേം ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനിൽ. അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ കേസിൽ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി മറ്റൊരു ഇവന്റുമായിട്ട് എന്തില്ല, ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. അത്തരം കേസിൽ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണും എങ്ങനെയാണ്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ബി എന്നുള്ളതാണ്. ഓക്കെ, അതാണ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് നമ്മൾ പറയുന്നത്. ജസ്റ്റ് നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബാഗ് കണ്ടെയ്ൻ 4 വൈറ്റ് ബോൾസ് ആൻഡ് 7 ബ്ലാക്ക് ബോൾസ്. ഒരു ബാഗ്, ആ ബാഗിൽ എന്തുണ്ട്, മൊത്തം 4 വൈറ്റ് ബോൾ ഉണ്ട്, അതേപോലെ 7 ബ്ലാക്ക് ബോളും ഉണ്ട്. അതായത് ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ 11 ഉണ്ടാവും. മൊത്തം എത്ര ഉണ്ടാവും, 11 ഉണ്ടാവും. 1 ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം. അതിൽ എന്ത് ചെയ്യുന്നു, ഒരു ബോൾ നമ്മൾ ഡ്രോൺ ചെയ്യുന്നു, ഒരു ബോളിന് നമ്മൾ ഡ്രോൺ ചെയ്യുന്നു. അങ്ങനെ ഡ്രോൺ ചെയ്ത് ആൻഡ് ഈസ് ദാൻ റീപ്ലേസ്ഡ്, പിന്നീട് അതിലേക്ക് തന്നെ തിരിച്ചു വെക്കുന്നു. ഓക്കെ, ഇതിൽ നിന്ന് ഒരു ബോളിനെ നമ്മൾ എടുത്തു ഈ ബാഗിൽ നിന്നും, ആ ബോളിനെ തിരിച്ച് അവിടെ തന്നെ വെക്കുന്നു. Again another one is drawn. വീണ്ടും എന്ത് ചെയ്യുന്നു, 1 ഡ്രോൺ ചെയ്യുന്നു. Find the probability that the balls drawn are white. ഓക്കെ, ഈ ബോള് വൈറ്റ് ആകാനുള്ള ചാൻസ് എന്താണ് എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ ഒന്നാമത്തെ ഡ്രോൺ ചെയ്യുന്നതിന് നമ്മൾ എ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ബോള് വൈറ്റ് ആകാനുള്ള ചാൻസ് പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെയാണ് ഇവിടെ പറയാം, 4 ആണ് ടോട്ടൽ വരുന്നത്. അപ്പൊ 4 എന്ത് വരും, 11 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഡ്രോ, സെക്കൻഡ് ഡ്രോ ആണ്. ഈ സെക്കൻഡ് റോയില് എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ബോള് വൈറ്റ് ആകാനുള്ള ചാൻസ്, ഇതും എന്ത് തന്നെയായിരിക്കും, 4/11 ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തേതിൽ വൈറ്റ് ആകാനുള്ള ചാൻസ് 4/11 ആണ്. രണ്ടാമത്തേലും വൈറ്റ് ആകാനുള്ള ചാൻസ് തന്നെയാണ് 4/11 ആണ്. കാരണം നമ്മൾ ഒരു ബോൾ എടുത്ത് തിരിച്ച് അവിടെ തന്നെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത്, അടുത്ത ഡിപ്പെൻഡന്റ് ഇവന്റിന്റെ കേസിൽ പറയുമ്പോൾ ഇത് മാറ്റം വരും. ഇവിടെ സെയിം ആണ്, എയും ബിയും എന്തായിരിക്കും, അതിന്റെ പ്രോബബിലിറ്റി രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ഓക്കെ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 4/11 ആണ്, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നതും 4/11 ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടും, 16/121 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻ ദി കേസ് ഓഫ് ഡിപെൻഡന്റ് ഇവന്റ് ആണ്. ഒരു ഡിപെൻഡന്റ് ഇവന്റിന്റെ കേസിൽ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം വരുന്നത് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ കേസിലായിരുന്നു പറഞ്ഞത്. അപ്പൊ ഈ ഡിപെൻഡന്റ് ഇവന്റിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് പറയാം. ഇവിടെ നോക്കുക,
എ ബാഗ് കണ്ടെയ്ൻ 4 വൈറ്റ് ബോൾസ് ആൻഡ് 5 ബ്ലാക്ക് ബോൾസ്. ഒരു ബാഗിൽ എന്ത് ഉണ്ട്? ഒരു ബാഗില് 4 ബ്ലാക്ക് ബോൾ ഉണ്ട്, 4 വൈറ്റ് ബോൾ ഉണ്ട്, അതേപോലെ 5 ബ്ലാക്ക് ബോൾ ഉണ്ട്, അതേപോലെ 5 ബ്ലാക്ക് ബോൾ ഉണ്ട്. ടോട്ടലി 9 വരും. ഓക്കെ. ആൻഡ് 1 ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം. ഒരു ബോൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് ഡ്രോൺ ചെയ്യുന്നു. ഓക്കെ. ദെൻ ആൻഡ് ദാൻ നോട്ട് റീപ്ലേസ്ഡ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഇതിനെ വീണ്ടും റീപ്ലേസ് ചെയ്യുന്നില്ല. നേരത്തെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇൻഡിപെൻഡന്റ് ആണ്. ഡിപ്പെൻഡന്റ് ആകുന്നത് റീപ്ലേസ് ചെയ്തില്ല എങ്കിലാണ്. നോട്ട് റീപ്ലേസ്ഡ് എന്നാണ് പറയുന്നത്. അഗൈൻ അനദർ വൺ ഈസ് ഡ്രോൺ. എന്നിട്ട് വീണ്ടും രണ്ടാമത് ഒന്ന് ഡ്രോൺ ചെയ്യുകയാണ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി ബോൾസ് ഡ്രോൺ ആർ വൈറ്റ്. അങ്ങനെയാണെങ്കിൽ അത് വൈറ്റ് ആകാനുള്ള സാധ്യത എന്താണ്? ഇപ്പൊ വൈറ്റ് ആകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ നമ്മളൊരു വൈറ്റ് ആണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. വൈറ്റ് എടുക്കാനുള്ള ചാൻസ് ആണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് വൈറ്റിൽ നിന്ന് എന്തായും? ഇതിൽ നിന്ന് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ വൈറ്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വൈറ്റിൽ നിന്ന് ഒന്ന് കുറയും. അപ്പൊ ഇവിടെ എന്താവും? 3 വൈറ്റ് ആകും, 5 ബ്ലാക്കും ആകും. ടോട്ടൽ എന്തായിട്ട് മാറും? 8 ആകും സെക്കൻഡ് റോയുടെ സമയത്ത്. ഇവിടെ ഒരു വൈറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം 3 വൈറ്റ് ആയിട്ട് മാറും രണ്ടാമത്തെ ഡ്രോയിൽ. ഓക്കെ അല്ലെ? അപ്പൊ ഇത് മാറ്റം നിങ്ങൾ മനസ്സിലാക്കുക. നേരത്തെ ഉണ്ടായിരുന്ന മാറ്റം മനസ്സിലാക്കുക. നേരത്തെ 2 ഡ്രോ വരുന്ന സമയത്തും ഇതേ തന്നെയായിരുന്നു, ഇതേ സാമ്പിൾ സ്പേസ് തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെയായിരുന്നു ബാഗിൽ ഉണ്ടായിരുന്നത്. 4ഉം നേരത്തെ തന്ന ക്വസ്റ്റനിലെ ആ വാല്യൂ തന്നെ. പക്ഷെ ഇവിടെ എന്താവുന്നുണ്ട്? രണ്ടാമത്തെ ഡ്രോയിൽ ഒന്ന് അവിടെ റീപ്ലേസ് ചെയ്യാത്തതുകൊണ്ട് കുറയുന്നുണ്ട് 1 എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരം കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ആ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരുന്നു ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ കേസിൽ. എന്നാൽ ഡിപ്പെൻഡന്റ് ഇവന്റിന്റെ കേസിലാകുമ്പോൾ അവിടെ ഇക്വേഷൻ ഇങ്ങനെയാണ്: പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ബി ഗിവൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എ തന്നിട്ട് ബി അറിയാനാണെങ്കിൽ ഓക്കെ, പ്രൊവൈഡഡ് പ്രോബബിലിറ്റി ഓഫ് എ എന്താവരുത്? 0 ആകരുത് എന്നുള്ളതാണ്. ഇനി അതങ്ങനെയല്ല. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ബി തന്നിട്ട് എ കണ്ടെത്താനാണെങ്കിൽ ആ രീതിയിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഇതേപോലത്തെ ഇക്വേഷൻ, ഇതേ രൂപത്തിൽ ഇക്വേഷൻ വരും. ഇപ്പൊ ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. നമ്മൾ എ എന്ന് പറയുന്ന ഒരു ഇവന്റ് എടുക്കുന്നത് എങ്ങനെയാണ്? എ എന്ന് പറയുന്നത് നമ്മളെ ഫസ്റ്റ് ഡ്രോ ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ഡ്രോയില് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഫസ്റ്റ് ഡ്രോയിൽ നമുക്ക് കിട്ടുന്നത് 4/9 ആണ്. ഓക്കെ, ഫസ്റ്റ് ഡ്രോയിൽ വൈറ്റ് ആകാനുള്ള ചാൻസ് ആണ്. ഫസ്റ്റ് ഡ്രോയിൽ വൈറ്റ് ആകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എന്താണ്? 4/9 ആണ്. ഓക്കെ, അതായത് 4 ആണ് മൊത്തം വരുന്നത്. ടോട്ടൽ എത്രയാണ്? 9 ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മള് എ നമുക്കറിയാം, എ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി, അതാണ് എന്ത്? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത്. എ ഇവിടെ വൈറ്റ് ആണെന്ന് തന്നാല്, എ വൈറ്റ് ആണെന്ന് എടുത്ത് എ വൈറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാല് രണ്ടാമത്തെ ഡ്രോയില് വരുന്ന മാറ്റം എന്താണ്? അതാണ് ബി ഗിവൺ എ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടീഷനിൽ പറഞ്ഞതാണ്. അപ്പൊ സെക്കൻഡ് റോയില് വൈറ്റ് ആകാനുള്ള ചാൻസ് എങ്ങനെയാണ് വരിക? 3/8 ആണ് വരിക. രണ്ടാമത്തേതില് വൈറ്റ് ആകാനുള്ള ചാൻസ്, കാരണം എ തന്നിട്ട്, എ എന്ന് പറയുന്നത് ഇതാണ് 4/9 തന്ന് എന്ന് പറഞ്ഞാൽ എയില് വൈറ്റ് ഡ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് 1 കുറയുന്നു. അപ്പൊ ഇവിടെ 3/8 ആയിട്ട് മാറും. അതാണ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തായിട്ട് മാറും? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഇതാണ്. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 4/9 ആണ്. ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എത്രയാണ്? 3/8 ആണ്. അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വരും? 4/9 ഇൻറ്റു 3/8 എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ 72 എന്ന് വരും. 12 ഡിവൈഡ് ബൈ 72 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിലെ ഡിപ്പെൻഡന്റ് ഇവന്റിന്റെ കേസിലാണെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് വരുന്നത്. അപ്പൊ നമ്മൾ ഡിപ്പെൻഡന്റ് ഇവന്റിന്റെ കേസിലും ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ കേസിലും എങ്ങനെയാണ് ഈ തിയറം വരുന്നത് എന്നുള്ള ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.